പ്രോബിലിറ്റിയുടെ കുറച്ച് പ്രോബ്ലംസ് ആണ് പറയുന്നത്. എ ഫെയർ ഡൈ ഈസ് ടോസ്ഡ്, ഫൈൻഡ് ദ പ്രോബിലിറ്റീസ് ഓഫ് ദി ഈവൻറ്റ്സ്. 2 ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒരു ഈവൻ നമ്പർ ഈസ് റോൾഡ് ആൻഡ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 2 ഈസ് റോൾഡ്. അപ്പോൾ ഒരു ഡൈ റോൾ ചെയ്ത് നമുക്കറിയാം അതിനകത്ത് 6 ഫേസസ് ആണുള്ളത്. 1 2 3 4 5 6 വരെ നമുക്ക് കിട്ടും. സോ നമ്മൾ സാമ്പിൾ സ്പേസസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6. അപ്പോൾ ഈ ഡൈസ് ഇടുമ്പോൾ അല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോഴത്തേക്കും 6 വരാനുള്ള പ്രോബിലിറ്റി ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈച്ച് ഈസ് അസൈൻഡ് എ പ്രോബിലിറ്റി 1/6. അപ്പം ഈ 6 ഒരേപോലെ തന്നെ വരാൻ പ്രോബിളാണ്. അതുകൊണ്ടാണ് പ്രോബിലിറ്റി നമ്മൾ ഓരോന്നിനും 1/6 എന്ന് പറയുന്നത്. ഇനി ഈ എന്ന് പറഞ്ഞ ഇവൻ എന്താ പറയുന്നത്, ഈവൻ നമ്പർ ഈസ് റോൾ. അപ്പോൾ ഇതിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 4 6. സോ ഇ ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 2ൻ്റെ പ്രോബിലിറ്റി 4ൻ്റെ പ്രോബിലിറ്റി 6ൻ്റെ പ്രോബിലിറ്റി ഓരോന്നും 1/6 ഈക്വലി ലൈക്ലി ആണ് നമ്മൾ പറഞ്ഞു. സോ 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 ഈക്വൽ ടു 1/2. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ടി ഈസ് ഈവൻ ദാറ്റ് ഈസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 2 ഈസ് റോൾഡ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 4 5 6. അതാണ് 4 കാണിച്ചേക്കുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഈവൻ ടി ഈക്വൽ ടു 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/6 ഈക്വൽ ടു 2/3. If a coin is tossed 3 times, find the probability that no 2 successive tosses show the same face. അപ്പോൾ കോയിൻ നമ്മൾ 3 ടൈംസ് ടോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് മാക്സിമം ഓപ്ഷൻസ് 2/3, അതായത് 8 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അതാണ് ഈ കാണിച്ചിട്ടുള്ള സാമ്പിൾ സ്പേസ്. എസ് ഈക്വൽ ടു 3 പ്രാവശ്യം ഹെഡ് കിട്ടാം, പിന്നെ 2 ഹെഡ് ഒരു ടെയില്, പിന്നെ ഹെഡ് ടെയിൽ ഹെയിൽ, പിന്നെ ആദ്യം ഹെഡ് പിന്നെ 2 ടെയില്, പിന്നെ ഫസ്റ്റ് ടെയില് പിന്നെ 2 ഹെഡ്, ദെൻ 1 ടെയിൽ, പിന്നെ ഹെഡ് പിന്നെ ടെയില്, പിന്നെ 2 ടെയില് ആദ്യം കിട്ടുക, മൂന്നാമത് ഹെഡ് കിട്ടുക, ലാസ്റ്റ് കേസിൽ 3 ടെയിൽ വരാം. അപ്പോൾ ഇങ്ങനെ 8 പോസിബിൾ ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടെ സാമ്പിൾ സ്പേസ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ 8 ഓപ്ഷൻസ് ആണുള്ളത് നമ്മളൊരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ. നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് നോ 2 സക്സസീവ് ടോസസ് ഷോ ദ സെയിം ഫേസ്. അടുത്തടുത്ത് സെയിം ഫേസ് വരാത്ത സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 2 അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് കേസിൽ HTH, അപ്പോൾ നമുക്ക് സക്സസീവ് ആയിട്ട് 2 സെയിം ഫേസ് വരുന്നില്ല. അപ്പോൾ ഹെഡ് ടെയിൽ ഹെഡ് എന്നാണ് വന്നത്. പിന്നെ അതുപോലെ ഇവിടെ നോക്കിയാലും ടെയില് ഹെഡ് ടെയിൽ. അപ്പോൾ ഈ 2 കേസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഈവൻറ്റിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉള്ളത്. സോ 2 ഔട്ട്കംസ് ആണ് നമ്മളുടെ കറസ്പോണ്ടിങ് ഈവൻറ്റുമായിട്ട് മാച്ച് ആവുന്നത്. സോ അത് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് കറസ്പോണ്ടിങ് ടു ദിസ് പർട്ടിക്കുലർ ഇവൻറ്റ് ഈസ് 2. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈസ് 8. സോ ദ പ്രോബിലിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ ഇവൻറ്റ് ഈസ് 2/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇനി ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ആസ് എ ഫോളോയിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മളുടെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നു, നമുക്കൊരു സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസ് കിട്ടുന്നു. അതാണ് ഈ എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള വാല്യൂസ്. ഈ റാൻഡം വേരിയബിളിന് വരാൻ പറ്റുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഈ പറയുന്നത് 4. ഇനി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ് വിൽ ബി പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഈ റാൻഡം വേരിയബിളിന് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ അതുപോലെ എക്സിന് 0 വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ അങ്ങനെ ആ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനും ആ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് 1 to 8 വരെ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഫൈൻ എ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബിലിറ്റി വാല്യൂ ആണ്. സം ഓഫ് ഓൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ അതുകൊണ്ട് 0.2 പ്ലസ് 0.5 പ്ലസ് എ പ്ലസ് 0.1 ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ എ കണ്ടുപിടിക്കണമെങ്കിൽ 1ൽ നിന്ന് ബാക്കിയെല്ലാം സബ്ട്രാക്ട് ചെയ്യുക. സോ 1 മൈനസ് 0.2 മൈനസ് 0.5 മൈനസ് 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. 2 പ്ലസ് 5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 0.8 ആയി. സോ 1 മൈനസ് 0.8 ഈക്വൽ ടു 0.2. ഇനി സെക്കൻഡ് വൺ ഫൈൻ പി ഓഫ് 0. പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0.5. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ വാല്യൂ. സോ പി ഓഫ് 0 ഈക്വൽ ടു 0.5. ദെൻ തേർഡ് വൺ ഫൈൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 0 നമുക്ക് കൂട്ടാൻ പറ്റില്ല, 1ഉം 4ഉം മാത്രം. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു പി ഓഫ് 1 പ്ലസ് പി ഓഫ് 4. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആയിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. സോ 0.2 പ്ലസ് പി ഓഫ് 4 എത്രയാണ് 0.1. സോ 0.2 പ്ലസ് 0.1 ഈക്വൽ ടു 0.3. ഈ ഫോർത്ത് കേസ് ഫൈൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡിസ്റ്റൻസ് ഈക്വൽ ടു ആയതുകൊണ്ട് 0ഉം 1ഉം 4ഉം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതായത് 0.5 പ്ലസ് ബയുടെ 0.2 പ്ലസ് 0.1 അതാണ് എഴുതിയിരിക്കുന്നത്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 4. ഇത് 3 ആ 3ൻ്റെ വാല്യൂസ് അഡപ്പ് ചെയ്യാം. റിസൾട്ട് ഈക്വൽ ടു 5 പ്ലസ് 2 7 പ്ലസ് 1 ഈക്വൽ ടു 8 കിട്ടും. 0.8 ആണ്. ദെൻ ഫിഫ്ത്ത് വൺ ഫൈൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. ഇവിടെ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു -2 വരുന്നൊരു കേസ് ഇല്ല. സോ ദാറ്റ് പ്രോബിലിറ്റി ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് ഫൈൻ ദ മീൻ മ്യൂ ഓഫ് എക്സ്. അപ്പോൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, അതുകൊണ്ട് ഇക്വേഷൻ എന്താണ്, സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ ഈ എക്സ് പി ഓഫ് എക്സ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ എന്നിട്ട് സിഗ്മ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആഡപ്പ് ചെയ്യുക. സോ -1 ഇൻറ്റു 0.2 പ്ലസ് 0 ഇൻറ്റു 0.5 പ്ലസ് 1 ഇൻറ്റു എയുടെ വാല്യൂ 0.2 ആയിരുന്നു,
0.2 plus 4 into 0.1. നമുക്ക് 0.4 കിട്ടും. So this is the value of mean. ഇനി നെക്സ്റ്റ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഓഫ് എക്സ്. വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. എക്സ് മൈനസ് മ്യൂ നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ ഓരോ വാല്യൂസ് നമുക്കറിയാം. സോ സിഗ്മ സ്ക്വയർ ഇസ് കമ്പ്യൂട്ടഡ് ആസ് സിഗ്മ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പം ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ 0.4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 0.2. അതാണ് ഫസ്റ്റ് ടേം. ഇനി പ്ലസ് സെക്കൻഡ് ടേമിൽ എക്സ് മൈനസ് മ്യൂ എന്ന് പറയുമ്പോൾ 0 മൈനസ് 0.4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.5. ഇനി തേർഡ് ടേമിൽ എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു 1 മൈനസ് 0.4 ദ ഹോൾ സ്ക്വയർ, അതാണ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? എ ആണ്. എയുടെ വാല്യൂ 0.2 പ്ലസ് ഇവിടെ എക്സ് 4 മൈനസ് 0.4 അതാണ് എക്സ് മൈനസ് മ്യൂ ആയി ഹോൾ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 1.84. നമുക്ക് കിട്ടിയത് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഓഫ് എക്സ്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1.84 ഈക്വൽ ടു 1.3565. ഇനി നെക്സ്റ്റ് ഒരു റാൻഡം വേരിയബിൾ R has the probability distribution as shown in the table. R equal to 1, 2, 3, 4, 5. Probability of capital R equal to R ആണ് 0.2 A B A 0.25 0.15. ഇനി നമുക്ക് തന്നിട്ടുള്ളത് given that E of R equal to 2.85. E of R എന്ന് നമുക്കറിയാം നമ്മളുടെ എക്സ്പെക്ടേഷൻ ആണ്. എക്സ്പെക്ടേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്. സോ 1 ഇൻറ്റു 0.2 പ്ലസ് 2 ഇൻറ്റു എ പ്ലസ് 3 ഇൻറ്റു ബി പ്ലസ് 4 ഇൻറ്റു 0.25 പ്ലസ് 5 ഇൻറ്റു 0.15. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ കിട്ടും, അല്ലെങ്കിൽ ഇ ഓഫ് ആർ കിട്ടും. ഇ ഓഫ് ആർ നമുക്കിപ്പോൾ 2.85 തന്നിട്ടുണ്ട്. സോ 2.85 ഈക്വൽ ടു 1 ഇൻറ്റു 0.2 എന്ന് പറയുമ്പോൾ 0.2 പ്ലസ് 2a പ്ലസ് 3b പ്ലസ് 4 ഇൻറ്റു 0.25 എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടും പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0.75 കിട്ടും. സോ 2a പ്ലസ് 3b ഒരു സൈഡിൽ നിർത്തി ബാക്കിയെല്ലാം അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോയി. സോ 2a പ്ലസ് 3b ഈക്വൽ ടു 0.9 എന്ന് കിട്ടി. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. ഇനി നമുക്കറിയാം പ്രോബിലിറ്റീസ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 1. അപ്പോൾ ഈ പ്രോബിലിറ്റീസ് എല്ലാം കൂടി സം ചെയ്യാം. 0.2 പ്ലസ് എ പ്ലസ് ബി പ്ലസ് 0.25 പ്ലസ് 0.15 ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ പ്ലസ് ബിയുടെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. എ പ്ലസ് ബി ഈക്വൽ ടു 0.4. ഈ 1നെ ഇവിടെ തന്നെ നിർത്തി 0.2 അങ്ങോട്ട് കൊണ്ടുപോയി ഈ 0.25 0.15 അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യാം. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0.4 കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെയുണ്ട്, സെക്കൻഡ് ഇക്വേഷൻ ഇവിടെയുണ്ട്. ഇവിടെ 2a പ്ലസ് 3b ആയിരുന്നുകൊണ്ട് ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ 2a പ്ലസ് 2b ആയി. 0.4 എന്തായിട്ട് മാറി? ഇൻറ്റു 2 ചെയ്തപ്പം 0.8 ആയി. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ക്യാൻസൽ ആയി പോകും. 3b മൈനസ് 2b എന്ന് പറയുമ്പോൾ എന്തായി? ബി കിട്ടും. ബി ഈസ് ഈക്വൽ ടു 0.9 മൈനസ് 0.8 ഈക്വൽ ടു 0.1 കിട്ടി. ബി ഈക്വൽ ടു 0.1 ആണെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി ഈക്വൽ ടു 0.4 ആയിരുന്നു. അപ്പം എയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 0.4 മൈനസ് 0.1 ഈക്വൽ ടു 0.3 കിട്ടി. സോ എ ഈക്വൽ ടു 0.3 കിട്ടി, ബി ഈക്വൽ ടു 0.1 കിട്ടി. ഇനി ഫൈൻ പ്രോബിലിറ്റി ആറ്റ് ആർ ഗ്രേറ്റർ ദാൻ 2. ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആവുന്ന കേസ് ഏതൊക്കെയാണ്? ഈ 3 കേസിലാണല്ലോ. സോ പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 പ്ലസ് പി ഓഫ് 5. പി ഓഫ് 3യിലുള്ളത് ബി ആയിരുന്നു. ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 0.1. സോ 0.1 പ്ലസ് പി ഓഫ് 4ൽ 0.25 പ്ലസ് പി ഓഫ് 5ൽ 0.15. മൂന്നുകൂടെ കൂട്ടി കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 0.5.